ഹായ് ഫ്രണ്ട്സ്, നമ്മളിതാ ഇപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നമ്മളിതാ വെളിയിൽ വന്നിട്ടിരിക്കുകയാണ് കേട്ടോ. തിണ്ണയിൽ വേറൊന്നുമല്ല, മരം വെച്ച് പിടിപ്പിക്കുക, മരമൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ മരം വെച്ച് പിടിപ്പിച്ച് അത് ആപത്തായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. മഴയൊക്കെ തോർന്നിട്ടുണ്ട് കുറച്ച്. വേറൊന്നുമല്ല, വീടിൻ്റെ സൈഡായിട്ട് ഒരു മരം വെച്ച് പിടിപ്പിച്ചാണ്. മരമല്ലേ തണലല്ലേ എന്നൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അവസാനം മഴയും കാറ്റടിക്കുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലിരിക്കാൻ തന്നെ പേടിയാണ്. അങ്ങനെ എപ്പോൾ വീഴുന്നറിയില്ല. അപ്പം എന്തായാലും വീട്ടിലോട്ട് തന്നെ വീഴുക, കാരണം ആ സൈഡൊന്നും വീഴില്ല, കാരണം ഈ വീട്ടിലോട്ടാണ്. അതിൻ്റെ തണ്ട് കണ്ടോ, തണ്ടല്ല മരം, വമ്പം മരമായിട്ടുണ്ടോ. കുട്ടിക്കാലത്തൊക്കെ ഇത് ക്രിസ്മസ് ട്രീ ആണെന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടുണ്ട് കാണുമ്പോൾ. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ അവസ്ഥ. ഒന്നുമില്ല ലൈൻ കമ്പിയൊക്കെ രണ്ട് സൈഡും ലൈൻ കമ്പിയാണ്, ഒരു സൈഡ് വീടുമാണ്. അപ്പോൾ ആ സൈഡ് വീണാലും ആപത്താണ്, വീട്ടിലേക്ക് വീണാലും ആപത്താണ്. ഒന്നായി പോയി അവസാനം മേലെ പോയി രണ്ടായി തിരിഞ്ഞിട്ടുണ്ടേ. അതാ അത്രയും പൊക്കത്തിട്ടുണ്ട്. അത് അത്രയും പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് അത്രയും പോയി. ലൈൻ കമ്പി ഈ ഭാഗത്ത് ലൈൻ കമ്പി, അപ്പുറത്തെ സൈഡ് ലൈൻ കമ്പിയാണ്. എങ്ങോട്ട് വീണാലും ആപത്താണ്, ഇങ്ങോട്ട് വീണാൽ വീടുമാണ്. പിന്നെ പറയണ്ടല്ലോ. ഒരു തെങ്ങിനേക്കാൾ ഉയരത്തിൽ പോയിട്ടുണ്ട്. തെങ്ങൊക്കെ അതിൻ്റെ പകുതിയെ നിൽക്കണുള്ളൂ. തെങ്ങ് വെച്ച് നോക്കുമ്പോൾ അത് പിന്നെയും തെങ്ങിനേക്കാളും ഉയരം നോക്ക്. ഇപ്പോൾ രാത്രി പകൽ ഏത് സമയം മഴ പെയ്താലും കാറ്റില്ലാതെ മഴ പെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം കാറ്റടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വീഴുമെന്ന് പറയാൻ പറ്റില്ല. അത്രയും പേടിച്ചിട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുയിലും പൊക്കി വെളിയിൽ വന്നിരിക്കും, തന്നെ വന്ന് മിണ്ടാതിരിക്കണം. എന്താണ്ടി വെളിയിൽ വന്നിരിക്കുന്ന എല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, പേടിയാണെന്ന്. ഉണ്ടാ ചരിഞ്ഞാണ് നിൽക്കുന്നത്. മഴവെള്ളത്തിൻ്റെ കനം കൊണ്ട് വീട്ടിൻ്റെ മുകളിലേക്ക് ചരിഞ്ഞ് നിൽക്കണം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ മരം വെട്ടുകാരനെ കൊണ്ട് മുറിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, കുറച്ച് പേര് പറഞ്ഞു അയ്യോ കയറാൻ പറ്റില്ല, ലൈൻ കമ്പിയാണെന്ന്. കുറച്ച് പേര് പറഞ്ഞു 5000-6000 രൂപ തന്നാൽ വെട്ടിത്തരാം, ആളുടെ പണിക്കൂലി കണക്കാക്കുന്നത് ആപത്താണെന്ന്. KCBക്കാർ പറഞ്ഞ് ലൈൻ ഓഫ് ആക്കി തരാമെന്ന്. എല്ലാം ശരിയെന്ന് പറഞ്ഞാലും ഈ ഒറ്റ മരം, ചില്ലകളൊന്നും ഇല്ലാതെ പോയി ഈ മരത്തിലേക്ക് കയറി റിസ്ക് എടുത്ത് മുറിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നാണ്. വെറുതെ മുറിച്ചുകൊണ്ട് പോയിക്കോളും, മരം വിറകിനെങ്കിലും ആയെന്ന് പറഞ്ഞാൽ അതും ആർക്കും വേണ്ട. അപ്പോൾ ഇതുപോലെ മരം വെച്ച് ഇതുപോലെ ആപത്ത് ക്ഷണിച്ച് വരുത്തിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ ആ മരത്തിൻ്റെ നിൽപ്പങ്ങണ്ട്. ജീവൻ ശ്വാസം കൈ പിടിച്ച് അടയ്ക്കണം മഴ പെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ശരിക്കും മരമൊക്കെ നല്ലതാണ്, പക്ഷെ അത് ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ അത് വീടിൻ്റെ വശത്തൊക്കെ ആണെങ്കിൽ നമുക്കത് തോന്നുമ്പോൾ തന്നെ മുറിച്ച് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ അതുപോലെ മുറിക്കാനും പറ്റില്ല, വളർന്നോട്ടെ എന്ന് പറഞ്ഞ് വിടാനും പറ്റാത്തൊരവസ്ഥയാണിപ്പോൾ. ഓക്കേ.